വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് നമുക്കൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം, ചില്ലി മഷ്റൂം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു പാത്രം എടുക്കുക, അതിലേക്ക് 1 സ്പൂൺ മൈദപ്പൊടി, 1/2 സ്പൂൺ കോൺഫ്ലോർ, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെ ചേർത്ത് കൊടുത്ത് കുഴച്ച് നോക്കുക. നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കണം. ഞാനിവിടെ 100 ഗ്രാം മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. മഷ്റൂമൊക്കെ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റാം. മഷ്റൂം ഫ്രൈ ചെയ്ത പാനിൽ തന്നെ നമുക്ക് സവാളയൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ വലിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഞാൻ ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ചില്ലി ഫ്ലൈസ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വലുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വലിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ടൊമാറ്റോ സോസ്, 1 സ്പൂൺ ചില്ലി സോസ്, 1 സ്പൂൺ സോയാ സോസ്, ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ ക്യാപ്സിക്കം ആണ് എടുത്തിരിക്കുന്നത്, അത് വലുതായിട്ട് അരിഞ്ഞത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സ്പ്രിംഗ് ഓണിയൻ ആണ്. അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കി ചേർത്ത് കൊടുക്കാം.
5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഫൈനലി നമ്മുടെ ചില്ലി മഷ്റൂം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സൂപ്പറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.